3-4 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ വേദന. അതൊക്കെ ഞങ്ങൾക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ മോളെ സോറി കേട്ടോ, പേര് ചോദിക്കാൻ വിട്ടുപോയി, സോറി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റ് ആയിട്ട് ഇടാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഒരു വിശേഷപ്പെട്ട ദിവസമാണെന്ന്. വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് 10 മണിയായി സമയം. ഇപ്പോൾ ഞങ്ങൾ മുഴുപട്ടിണിയിലാണ്. അതായത് രാവിലത്തെ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും ഒന്നും കുടിച്ചിട്ടില്ല. കുടിക്കാതെ വന്നതിന്റെ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സൂര്യഗ്രഹണമാണ്. ഈ വീഡിയോ വരുന്നത് നാളെ ആയിരിക്കും. ഇന്ന് സൂര്യഗ്രഹണം വേണ്ട 50 വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ 2050 കണ്ടേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മളൊക്കെ ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. കാണോ? അങ്ങനെ 25 കൊല്ലം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും അടിച്ചു പോകും. 25 കൊല്ലം പിടിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പത്തെ അവസ്ഥ തന്നെ അയ്യോ ഭാവെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ദൈവത്തിന്റെ കയ്യിലാണ്. ഇപ്പൊ തന്നെ അടിച്ചു പോവാൻ ചിലപ്പോ. അതെ, എനിക്ക് കൈ പിടിച്ചിട്ട് തന്നെ എന്റെ പൊന്നോ, ഇപ്പൊ 2-3 ദിവസമായിട്ട് കൈയുടെ വേദന അസഹനീയമാ, സഹിക്കാൻ പറ്റാത്തതുപോലെ തന്നെ. രാത്രിയിലൊക്കെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കുറെ ദിവസമായി ഹോസ്പിറ്റലുകളുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പോകണമെന്ന് വീണ്ടും കൺഫ്യൂഷനാണ്. എല്ലായിടത്തും പോയി പരീക്ഷണം നടത്തി അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംശയം, എവിടെ പോയാൽ ശരിയാവും. അത്രയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എനിക്ക് കമന്റ് ഇടണം കേട്ടോ ഈ വീഡിയോയുടെ താഴെ. അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദന, രാത്രിയിലൊന്നും ഉറങ്ങുന്നില്ല. ഒരു രാത്രി 3-4 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ വേദന എനിക്ക്. പിന്നെ അങ്ങ് പോകുന്നു മാത്രം. പിന്നെ ഞങ്ങൾ വന്ന കാര്യം വന്ന വീഡിയോ എടുത്ത കാര്യം പറയാം. ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. ഇന്ന് ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GTT, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. പ്രഗ്നൻസിയില് ഷുഗർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ്. പ്രഗ്നൻസിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പ്രാവശ്യം വരുമ്പോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നു. വേറെ ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ള യൂറിനൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോ ഇനി ഗ്ലൂക്കോസ് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ആദ്യം വന്നിട്ട് അന്നേരപ്പം തന്നെ ഫസ്റ്റ് തന്നെ യൂറിൻ എടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തു. അത് കഴിഞ്ഞ് ഗ്ലൂക്കോസിന്റെ വെള്ളം എന്നെ കുടിപ്പിച്ചു. അതെ, ഇനിയിപ്പോ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. കഴിയുമ്പോ അടുത്ത ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതുവരെ ഇനി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അവള് കഴിക്കാത്തതുകൊണ്ട് ഞാനും പച്ചവെള്ളം പോലും കുടിക്കാതെ ഞാൻ കുടിച്ചോളാൻ പറഞ്ഞതാണ്. നീ പറഞ്ഞില്ല, ഇപ്പഴാണ് നീ വീഡിയോയിലെ പറഞ്ഞത്. ഇല്ല, ഞാൻ അവിടെ കഴിക്കാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടില്ല കേട്ടോ. കേക്കത്തില്ല, ഫുള്ള് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന കേക്കൂല. അപ്പൊ കേക്ക് പകുതി കാര്യങ്ങള് കേൾക്കാറില്ല. ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്, വേറെ പരിസരത്ത് നടക്കുന്നൊന്നും അറിയത്തില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ പോയി മേടിച്ചിട്ട് വരാം. ഈ 1 മണിക്കൂർ ഭയങ്കര വെയിലാ, വെയിലിന്റെ ചൂട് ഭയങ്കര. പുറത്തേക്ക് ഇറങ്ങുന്ന സൂര്യഗ്രഹണമായുള്ള വെയിലും കൊണ്ട് പുറത്തിറങ്ങാൻ ഞാൻ പറഞ്ഞു, ഈ വെയിൽ വെയിൽ ഭയങ്കര ചൂടാ. സൂര്യഗ്രഹണത്തിന്റെ തന്നെയല്ല, ചൂട്. അതുകൊണ്ട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. അല്ല, സൂര്യഗ്രഹണം ഇവിടെ നല്ലോണ്ടെങ്കിൽ സൂര്യഗ്രഹണം ഉള്ള സമയത്ത് സാധാരണ ആരും കാണത്തില്ലെന്നാട്ടോ പറയുന്നത്. സൂര്യഗ്രഹണം ആണെങ്കിൽ ഇരുട്ടായിരിക്കും എന്നാ പറഞ്ഞത്. മൊത്തം സൂര്യൻ മറഞ്ഞു പോലും. പക്ഷെ ഇവിടെ ഗ്രഹണത്തിന്റെ ഒരു ഇതും കാണുന്നില്ല. കാരണം നല്ല ഭയങ്കര വെയിലാ. അല്ല, വാർത്തയിലുണ്ടായിരുന്നല്ലോ ഇന്ത്യയിലില്ല, അമേരിക്കയിലാ ഉള്ളേന്ന്. അമേരിക്ക, കാനഡ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളതെന്നാണ് വാർത്തയെ കണ്ടത്. അതായത് പൂർണ്ണമായും ചന്ദ്രൻ സൂര്യനെ മറയ്ക്കും, അതുകൊണ്ട് ഫുള്ളായിട്ട് ഇരുട്ടായിരിക്കും എന്നാ പറയുന്നത്. ഫുൾ ഇരുട്ടാ അവിടെ. ഫുള്ള് രാവും പകലും എല്ലാം ഒരുപോലെ രാത്രിയായിരിക്കും എന്നാണ്. സുഖമായിരിക്കും അല്ലേ, ഫുള്ളായി കിടന്നു. അതെ, എന്നാ രസമല്ലേ. അങ്ങനെ പകലൊരു ദിവസം രാത്രിയായി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ്. ഫുൾ 24 hour ഫുള്ള് ഇരുട്ട്. അതെ, പ്രത്യേക ഒരു സുഖമാണ്. അങ്ങനെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. നമുക്ക് അറിയത്തില്ല കേട്ടോ, ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ അറിയത്തില്ല. നമ്മുടെ ഒരു മനസ്സിലുള്ള ആ ഒരു ചിന്താഗതി, ഒരു ദിവസം ഫുള്ളൊന്ന് കിടന്ന് ഉറങ്ങാമല്ലോ എന്നുള്ള ആ ഒരു ഇതല്ലേ. അങ്ങനെയാണ് പ്രത്യേക ഒരു വൈബായിരുന്നു. പ്രത്യേക ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, അലക്കണം, കുളിക്കണം. നേരം വെളുക്കുന്നില്ലല്ലോ. ഇല്ല, പക്ഷെ നമ്മളെന്നാലും ആ ഒരു നേരം വെളുക്കാത്ത നേരം വെളുക്കാത്ത പകലില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ചന്ദ്രനിലോ ആയിരിക്കും. അല്ല, ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ കേട്ട പോലെ എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ഇടുക. പകല് അല്ല, രാത്രി ഇല്ലാത്ത സ്ഥലമാണോ അതോ
പകലില്ലാത്ത സ്ഥലമാണോ എന്നറിയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. കിട്ടും. പിന്നെ സെർച്ച് ചെയ്യാൻ പോകണ്ടേ? അതെ, ഇതാണ് നാളെ കമന്റ് വായിച്ചാൽ മതി. പിന്നെ അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ഷുഗർ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഷുഗർ ഉണ്ടോ എനിക്ക് ഭയങ്കര സംശയം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് എനിക്ക് ഷുഗർ ഉണ്ടാവുമോ എന്ന് ഭയങ്കര പേടിയാണ്. ഒന്നാമത് പപ്പയ്ക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് കട്ട ഷുഗർ. അപ്പനെ ഇങ്ങനെ തോണ്ടി തിന്നാ മതി നമുക്ക് ഷുഗർ വേണമെങ്കിൽ. അതുപോലെ ഷുഗറാ പപ്പയ്ക്ക്. അപ്പം വീട്ടിലെ പാരന്റ്സിന് പ്രത്യേകിച്ച് അപ്പന്മാർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ മക്കൾക്കും വരാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഷുഗർ നിക്കുന്ന ഫുള്ള് വെട്ടി വേർത്ത് കുളിച്ച് അയ്യോ കറങ്ങുന്നേ ഇതേ പോന്നേ തല കറങ്ങി വീണിട്ടൊന്നുമില്ല പറഞ്ഞു. ഇപ്പൊ അവിടെ നിന്നോണ്ട് പറഞ്ഞു അയ്യോ എനിക്ക് അതാണ്ടൊക്കെ തോന്നുന്നു. അതുപോലെ എനിക്ക് ഛർദിക്കാൻ വരുന്നില്ല. ഷുഗറിന്റെ വെള്ളം കുടിച്ചിട്ട് ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചിട്ടാന്ന് തോന്നുന്നു. എന്തോ ഛർദിക്കാൻ വരുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ്. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നത്. അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചാരി കിടക്കാൻ വേണ്ടി വന്നത്. എന്തായാലും വണ്ടിക്കകത്ത് വന്നിരുന്നില്ല. ഇപ്പൊ 1 മണിക്കൂർ കഴിയുമ്പോ ഷുഗർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഭയങ്കര സംശയം എനിക്ക്. അല്ല ഷുഗർ കുറവല്ലേ കാണിക്കുന്നേ. അല്ല ഈ ഷുഗർ പേഷ്യൻസിന്റെ ഷുഗർ കുറഞ്ഞു പോവാലോ. ആണോ? ഷുഗർ ഉള്ളവർക്കാണ് അങ്ങനെയല്ല, എന്റെ ഒരു ഡൗട്ട്. മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. കാരണം നീ എപ്പോഴും ഓരോരോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞ ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടിട്ടില്ല. അതിന് ഡോക്ടർ വഴക്ക് പറയുമോ എന്ന് അറിയത്തില്ല. കാരണം ഇപ്പൊ പല തവണയായിട്ട് ഇവിടെ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വലിയ കുറവൊന്നും ഇല്ല. എന്നാലും അത്യാവശ്യം 100-110 ആ ഒരു റേഞ്ചില് പണ്ട് മുതലേ അല്ല അവന്റെ സമയത്തും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് 130 ഒക്കെ ആവുമായിരുന്നു. നേരപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഹാർട്ടിന്റെ ഡോക്ടർ എന്തായാലും അടുത്ത പ്രാവശ്യം ഒന്ന് പോയി കാണണം, കണ്ടിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. സമയം പോണോ? ഞാനും പറഞ്ഞാൽ പോണമെന്നാ. വലിയ പ്രശ്നം ഇമ്മ ഇനി ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പേടി. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയോണ്ട് ഞങ്ങൾ പോകാത്ത കേട്ടോ. റിസൾട്ട് കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അതെ, റിസൾട്ട് വന്നിട്ട് കാണാം. അതെ, ഓക്കെ, അപ്പൊ ശരി, റിസൾട്ട് വന്നിട്ട് കാണാം. ഹലോ ഗൈസ്, വളരെ വിഷമകരമായ അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. 10 കാലമായി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ബ്ലഡ് എല്ലാം കൊടുത്തിട്ട് 1 മണിക്കൂറായിരുന്നപ്പോൾ ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വീണ്ടും ബ്ലഡ് എല്ലാം എടുത്തിട്ട് സമയം 11:15 കഴിഞ്ഞ് സമയം 11:30ആയി. അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് ഒരു സാധനമില്ല, പൊറോട്ടയും ബിരിയാണിയേ ഉള്ളൂ. അപ്പം ബിരിയാണി തന്നെ കഴിച്ചോ അല്ലേ? ഇനി ഞാൻ ഉച്ചയ്ക്ക് കഴിക്കണ്ടല്ലോ, ലാഭം. അതെ, 3 കുത്തുണ്ട്, യൂറിൻ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 1 അവറിന്റെ കാര്യം പറഞ്ഞോളൂ, രണ്ടാമത്തെ 1 അവറിന്റെ കാര്യം പറഞ്ഞില്ല. ചായന് വിശന്നിരിക്കണല്ലോ എന്ന് ഓർക്കൂല അത്രയും സമയം. ഞങ്ങൾ വീട്ടിൽ നിന്ന് അതിൽ താമസിച്ചു പോയി, അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. നേരത്തെ 7 മണിയൊക്കെ വന്നിരുന്നെങ്കിൽ നേരത്തെ കഴിക്കാം. 9-10 മണിയാകുമ്പോൾ കഴിക്കായിരുന്നു. ഡോക്ടറെ കാണിച്ച് അപ്പൊ അത് ശരിയായി. അത് ഇട്ട് കഴിഞ്ഞിട്ട് കഴിക്കും. ഇട്ട് കഴിഞ്ഞിട്ട് രസമുണ്ട്, കാണിച്ചു തരാം. ഇതെന്തായാലും കഴിക്കട്ടെ, വിശന്നിട്ടൊരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഡോക്ടറെയൊക്കെ കണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഷുഗർ എല്ലാം നോർമലാണ്. അതെ, ഹാർട്ട് ബീറ്റും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോ ഇനി 32 ആഴ്ചയിൽ മാത്രമേ സ്കാനിങ് ഉള്ളൂ. അതെ, 32ാമത്തെ ആഴ്ചയിൽ അടുത്ത സ്കാനിങ്. അപ്പൊ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, സ്കാൻ ചെയ്യേണ്ടി വരും. കാരണം കൊച്ചിന്റെ വെയിറ്റ് കൂടുന്നില്ല എങ്കിൽ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. കൊച്ചിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം കൊച്ചിന്റെ വെയിറ്റ് കൂടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. ഇനിയാണ് ശരിക്കും കുട്ടിയുടെ വെയിറ്റ് കൂടേണ്ടതെന്ന്. 6-ാം മാസം മുതൽ 9-ാം മാസം വരെയുള്ള സമയത്താണ് കുട്ടിയുടെ വെയിറ്റ് ഏറ്റവും കൂടുതൽ കൂടേണ്ട സമയം. അമ്മയുടെ വെയിറ്റും, അതായത് ഒരു 10 കിലോ വരെ 11 കിലോ ഈ 9 മാസം കൊണ്ട് കൂടേണ്ടത്. അതിലെ ഈ 6 മാസം കൊണ്ടാണ് ബാക്കി 9 കിലോ കൂടേണ്ടത്. അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക്. അതുവരെ 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ ഒക്കെ കൂടിയാൽ മതിയെന്നുള്ളതാണ് 5-ാം മാസം വരെ. അതിനുശേഷം ബാക്കി 9 കിലോ കൂടാനായിട്ട്. അപ്പൊ ഇനി അതുകൊണ്ട് വെയിറ്റിന്റെ കാര്യം ശ്രദ്ധിക്കണം, ഫുഡിന്റെ കാര്യം നോക്കണം, ഓരോ കഴിക്കേണ്ട ഫുഡുകളുടെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. അതെ, ഓവറായിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞു. ഓവറായിട്ടല്ല, ആവശ്യത്തിന് കഴിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ നമ്മുടെ സബ്സ്ക്രൈബർ ഒരുപാട് പേരെ കണ്ടു. അതിലൊരാള് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന, അതെ, ഇവിടുത്തെ മാർസ്ലീവ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന
ഫൈനൽ ഇയർ പഠിക്കുന്നു. പക്ഷെ കൊച്ചിന്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി. മോശമായി പോയി. എന്ത് പരിപാടിയാണ് ഈ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പേര് വിട്ടുപോയി ചോദിക്കാം. സോറി. നമ്മുടെ അടുത്തുള്ളതാണ് കേട്ടോ, നമ്മുടെ തൊട്ടടുത്ത അയലൊക്കെ. പക്ഷേ കൊച്ചിന്റെ പേരെനിക്കത്തില്ല. കുഞ്ഞുനാളെ കണ്ടുള്ള ഓർമ്മയുള്ളൂ. ഇപ്പോൾ ഓടി വന്ന് കണ്ടപ്പോൾ കൊച്ചു ഞങ്ങൾ ഫോട്ടോ എടുത്ത് വന്നിട്ട് അപ്പോൾ നമ്മുടെ ഈ ഇതിനകത്ത് കൊച്ചിൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്തായാലും അതൊക്കെ ഞങ്ങൾക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ മോളെ സോറി കേട്ടോ, പേര് ചോദിക്കാൻ വിട്ടുപോയി. സോറി. പിന്നെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി കുറച്ച് പരിപാടികളുണ്ട്. തൊപ്പാടി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ആദ്യക്കുഞ്ഞ് ഇന്നലെ രാത്രി ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. ഭയങ്കര വഴക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയില്ല. അതെ, ചൂടിന്റെ ആണെന്ന് തോന്നുന്നു. ഭയങ്കര ചൂട്, നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കിടത്തിയത്. കാരണം നമ്മുടെ ചുറ്റിലും കുറച്ച് ഏലക്കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് വിഷം അടിച്ചിട്ട് ഇന്നലെ നമുക്ക് എല്ലാ ദിവസവും ജനലൊക്കെ നമ്മൾ തുറന്നിരുന്നത്. ഇന്നലെ നമുക്ക് ജനൽ പോലും തുറന്നിടാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ലാതെ തോന്നുന്നു. ഭയങ്കരമായിട്ട് സ്മെല്ലായിരുന്നു ചുറ്റോടി ചുറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനലൊന്നും അടച്ചിട്ടില്ല. അതുകൊണ്ട് ജനലെല്ലാം അടച്ചിട്ടുണ്ട്. നമുക്ക് കൊച്ചു ഉറങ്ങിയില്ല, ഞങ്ങളും ഉറങ്ങിയില്ല. കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ചൂടെടുത്ത് പുഴുങ്ങുമായിരുന്നു. സാധാരണ രാത്രി കഴിഞ്ഞ് ജനലൊക്കെ തുറന്നിട്ട് കഴിയുമ്പോൾ ചെറിയൊരിത് കിട്ടുന്ന അതൊന്നും ഉണ്ടായില്ല. അതിൻ്റെതായ ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്നതുകൊണ്ട് പകലും ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ചെറിയ പ്രശ്നം വന്നാൽ മതി, മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഇത് താളം തെറ്റും. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി പ്രശ്നമൊന്നുമില്ലെന്ന് അറിഞ്ഞു സന്തോഷമായി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അതെ, ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത് എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് പേരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. നമ്മൾ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇട്ടു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു, ബൈ ബൈ.